ഹായ് ഹലോ ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഇഞ്ചിക്കറി എങ്ങനെ വെക്കാൻ നോക്കാം. കൂടുതൽ ചേരുവയൊന്നും വേണ്ട, മെയിനായിട്ട് ഇഞ്ചി വേണം. ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വളരെ എളുപ്പമാണ് നമുക്കിത് വെക്കാനായിട്ട്. ഒരു ചട്ടി എടുത്ത് ചീനച്ചട്ടി ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം ഇഞ്ചി വേണം വറുത്ത് കോരി എടുക്കാനായിട്ട്. ഞാൻ എല്ലാ ഐറ്റംസും എടുത്ത് വെച്ചിട്ടുണ്ട്, ഓരോന്നോരോന്ന് ഇടുന്നത് കാണിച്ചു തരാം. ഇഞ്ചി നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് വറുത്ത് കോരാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറേശ്ശെയാണ് വറുത്ത് കോരി എടുക്കുന്നത്. ആദ്യം ഒരു പിടി ഇഞ്ചി നമുക്ക് വറുത്ത് കോരി മാറ്റി വെക്കാം. ഒരേ വലിപ്പമാണെങ്കിൽ മൂത്ത് വരാൻ എളുപ്പമായിരിക്കും. എല്ലാം കൂടി ഇട്ട് മൂത്ത് വരുമ്പം പല മൂപ്പായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് രണ്ടായിട്ട് ഞാൻ വറുത്ത് കോരി അങ്ങ് മാറ്റി വെച്ചു. അതിനുശേഷം ആ എണ്ണയിലോട്ട് തന്നെ കൊച്ചുള്ളിയും കൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. കൊച്ചുള്ളി പെട്ടെന്ന് മൂത്ത് വരും കേട്ടോ. ഇതിട്ടിട്ട് എങ്ങും പോകാൻ നിൽക്കരുത്, കരിഞ്ഞു പോകും. ഉള്ളിയും കൂടെ മൂത്ത് വന്നപ്പോൾ ഞാൻ അതും കൂടെ അങ്ങ് കോരി എടുക്കുവാണേ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇഞ്ചിയും കൊച്ചുള്ളിയും സെപ്പറേറ്റും വേണമെങ്കിൽ പൊടിക്കാം, ഒരുമിച്ചിട്ട് പൊടിച്ചാലും കുഴപ്പമില്ല. സമയമൊക്കെ കൂടുതലുണ്ടെങ്കിൽ രണ്ടായിട്ട് പൊടിച്ചെടുത്താലും നല്ലതാണ് കേട്ടോ. ഞാൻ എന്തായാലും ഇന്ന് എളുപ്പമല്ലേ, രണ്ടും കൂടെ ഒരുമിച്ചിട്ട് അങ്ങ് പൊടിച്ചെടുക്കുക കേട്ടോ. ജാറിൽ നമ്മൾ ഇടുമ്പോൾ ഒത്തിരി കാണും, പക്ഷെ പൊടിച്ച് വരുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ കേട്ടോ. അങ്ങ് ഒത്തിരി അരഞ്ഞും പോകരുത്, എങ്കിൽ അരയാതെ ഇരിക്കില്ല, അതാണ് പരുവം. ഇനി ആ ചട്ടിക്കകത്തോട്ട് തന്നെ ഞാൻ കടുക് താളിക്കാനുള്ളത് എടുക്കുവാണേ. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് നമുക്ക് നല്ലോണം അങ്ങ് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി നല്ലോണം മൂത്ത് വരണം കേട്ടോ. അല്ലെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ മൂക്കാതെ കിടക്കുവാണെങ്കിൽ ഇഞ്ചിക്കറി കുറേ ദിവസം ഇരിക്കത്തില്ല, ചീത്തയാകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ 2 ഉണക്കമുളകും വേപ്പിലയും കൂടി ഇട്ട് നല്ലോണം അങ്ങ് മൂപ്പിച്ചെടുക്കാം നമുക്ക്. ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും വേണം നമുക്ക് പൊടികൾ ചേർക്കാനായിട്ട്. ആ പൊടികൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കണം. നമുക്ക് പൊടിയെല്ലാം ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഗ്യാസ് കത്തിക്കാം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന്. വേറെ ഒന്നുമില്ല, ഒരു 2 സ്പൂൺ മുളക് പൊടിയും ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലോണം അങ്ങ് മൂത്ത് വരും. ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം കായപ്പൊടി ചേർക്കണം. കായപ്പൊടി ചേർത്ത് നല്ലോണം ഇളക്കി വരുമ്പോഴത്തേക്കും കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കണേ. നമ്മൾ ഉലുവ പൊട്ടിച്ചെങ്കിലും ഉലുവാപ്പൊടി ഒരു ടേസ്റ്റാണ്. ഉലുവാപ്പൊടി ഇട്ടിട്ട് നല്ലോണം മൂത്ത് വരുമ്പോഴത്തേക്കും ഞാൻ ആ പൊടിച്ച് വെച്ച ഇഞ്ചിയും ഉള്ളിയും കൂടെ നല്ലോണം അരച്ചതുണ്ടല്ലോ, അത് ഞാൻ അങ്ങ് ചേർത്ത് കുറച്ചേ ഉള്ളു പൊടിച്ച് വന്നപ്പോഴത്തേക്കും. ഇത് നല്ലോണം നമുക്ക് കൂടെ ഇളക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മളൊരു നെല്ലിക്ക വലിപ്പത്തിൽ പിഴുപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്, അതങ്ങ് പിഴിഞ്ഞങ്ങ് ഒഴിച്ച് തരാം കേട്ടോ. എന്നിട്ട് അതും കൂടെ നല്ലോണം അങ്ങ് ഇളക്കി യോജിപ്പിക്കണേ. ശ്രദ്ധിക്കണം, ഞാൻ ഇതുവരെയും ഗ്യാസ് കത്തിച്ചിട്ടില്ല കേട്ടോ. ഗ്യാസ് നമുക്ക് ഇത് നല്ലോണം ഇളക്കി കഴിഞ്ഞിട്ട് കത്തിക്കാം. ഇനി ഞാൻ ഗ്യാസ് അങ്ങ് കത്തിച്ചേ. ഇനിയാണ് നമ്മുടെ ഇഞ്ചിക്കറിയിൽ ഒരു സ്പെഷ്യൽ ഐറ്റം ചേർക്കാൻ പോകുന്നത്. എല്ലാ നാട്ടിലും ചേർക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, ഞങ്ങളിവിടെ ചേർക്കുന്നതാണ് കേട്ടോ. ശർക്കര എന്ന് പറയും. ആദ്യം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ശർക്കര ചേർക്കണം. ശർക്കരയ്ക്ക് പകരം ചില സ്ഥലങ്ങളിൽ പഞ്ചസാരയും ചേർക്കും. രണ്ടും രുചിയാണ്, പക്ഷെ കുറച്ചും കൂടെ ടേസ്റ്റ് എനിക്ക് തോന്നുന്നു ശർക്കരയാണെന്ന് തോന്നുന്നു. ഞാൻ രണ്ടും ചേർത്ത് ഇഞ്ചിക്കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശർക്കര അങ്ങോട്ട് പൊടിച്ച് നല്ലോണം ചേർത്ത് നല്ലോണം ശർക്കര മെൽറ്റാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ഏറ്റവും അവസാനമേ നമ്മൾ ഉപ്പിട്ട് കൊടുക്കത്തുള്ളൂ. ഉപ്പും കൂടി ഇടുമ്പോഴത്തേക്കും എരിവും മധുരവും ഉപ്പും എല്ലാം കൂടെ ആകുമ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി കറക്റ്റ് പരുവത്തിൽ കിട്ടും. കണ്ടോ, നല്ലോണം കുറുക്കി നല്ല അടിപൊളി ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, പ്രത്യേകിച്ച് ഒരു പാടുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ അമ്പലപ്പുഴക്കാരുടെ ഒരു ഫേവറേറ്റ് ഐറ്റം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ.